നമസ്കാരം. ശരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം കേരളത്തിൽ നടക്കുന്ന പല കേസുകളിലും വേണം. അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇടപെടലിൽ നടക്കുന്ന കുറ്റമറ്റ എന്നാൽ അതിവേഗം ഊർജിതമായ അന്വേഷണമാണ് SIT മേധാവി ശ്രീ ശശിധരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ. മലപ്പുറം SP ആയിരുന്നു, എറണാകുളം ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു. അങ്ങനെ നിരവധി അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ശക്തമായി ന്യായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കേസ് നടത്തി തെളിയിച്ച് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ നീക്കങ്ങളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ N വാസുവിനെ രക്ഷിക്കാൻ പ്രത്യേക യോഗം മാത്രമല്ല ഒരുപാട് യോഗങ്ങൾ ചേർന്നു. പത്തനംതിട്ട ജില്ലയിൽ യോഗം ചേർന്നു, കൊല്ലം ജില്ലയിൽ അതുപോലെ AKG സെന്ററിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചില യോഗങ്ങളിൽ പങ്കെടുത്തു എന്ന സൂചനകൾ ഉണ്ട്. ആര് എന്ത് വിചാരിച്ചാലും പിണറായി വിജയനല്ല, കടകംപള്ളി സുരേന്ദ്രനല്ല, VN വാസവനല്ല, ഇനിയിപ്പോൾ MV ഗോവിന്ദൻ മാഷല്ല, CPM-ന്റെ തലമുതിർന്ന വലിയ തലതൊട്ടപ്പന്മാർ MA ബേബി വിചാരിച്ചാൽ കൂടി ഈ ഒരു അന്വേഷണത്തെ ചെറുക്കാനാവില്ല. ഇതിൽ ഉൾപ്പെട്ട സഖാക്കളെ, പ്രത്യേകിച്ച് A പത്മകുമാറിനെയും N വാസുവിനെയും ഒന്നും രക്ഷിക്കാനാകില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രക്ഷിക്കാനാകില്ല. ആ നിലവാരത്തിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞു, അത്രയും ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു. കൃത്യമായി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട്, കൃത്യമായി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട്, മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട്, മൊഴികൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ആർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്ന കാര്യം കൃത്യമായി തന്നെ SIT ഏതാണ്ട് പൂർണ്ണമായി മനസ്സിലാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും, അത് ഏത് CPM-ന്റെ നേതാവായാലും, ഏത് ദേവസ്വം ബോർഡിന്റെ ആളായാലും, ആരായാലും, ഇനി കോൺഗ്രസിന്റെയോ BJP-യുടെയോ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാത്തിനെയും വലിച്ചു പുറത്തിലും എല്ലാത്തിനെയും പിടിച്ച് അകത്തിലും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്ര കീൻ ആൻഡ് ക്ലിയർ ഇൻവെസ്റ്റിഗേഷനാണ് ഈ വിഷയത്തിൽ, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്, പരാമർശങ്ങളുണ്ട്, നടപടികളുണ്ട്, മറ്റ് നിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ചൊക്കെ തന്നെ എത്ര കൃത്യമായിട്ടാണ്, എത്ര നമ്മൾ പട്ടിപട്ടിയായിട്ട് ക്രമമായിട്ട് ഒരു ചരടിൽ മുത്തുകൾ കോർക്കുന്നത് പോലെ എത്രയും ക്രമമായുള്ള അന്വേഷണമാണ് SIT ശശിധരൻ SP-യുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ ചർച്ചയാക്കേണ്ടതാണ്. സ്തുത്യർഹമായ രീതിയിൽ, ശ്ലാഘനീയമായ രീതിയിലുള്ള അന്വേഷണം ഈ അടുത്ത കാലത്തെങ്ങും, ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതുകൊണ്ട് പറയുന്നതല്ല, എന്നാൽ പോലും അടുത്ത കാലത്തൊന്നും ഇത്രയും ക്ലിയർ കട്ടായ ഒരു അന്വേഷണം, അതും വളരെ പ്രമാദമായ വിവാദമായ ഒരു കേസിൽ നമ്മൾ കണ്ടിട്ടേയില്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ. കാരണം മിക്കവാറും പ്രതികളും അല്ലെങ്കിൽ കുറ്റവാളികളും ഒക്കെ പാർട്ടിക്കാരും പാർട്ടി അനുഭാവികളും സഖാക്കളും ഒക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ അതിനകത്ത് എങ്ങനെ സുതാര്യമായ ഒരു അന്വേഷണം നടക്കും? അപ്പം സുതാര്യമായ, ക്ലീനായ, ട്രാൻസ്പെറന്റ് ആയ ഒരു അന്വേഷണവുമായിട്ടാണ് SIT മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ആ യുവതി പരാതി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ആണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയത് ഇതിനു മുൻപ് മുൻപരിചയം ഉള്ള ആളവിടെ ഉണ്ടായിരുന്നോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നത് കേട്ടു. തമാശയായിട്ടായിരിക്കും അല്ലെങ്കിൽ പരിഹാസമായിട്ടായിരിക്കും ചോദിച്ചത്. പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കേണ്ടത് എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. അത് ശരിയായ ഒരു കാര്യമാണ്. അത് കൂടാതെ H വെങ്കടേഷിനെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി, ക്രൈംബ്രാഞ്ച് മേധാവിയാണ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും CPM-ന് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിനകത്ത് ഒരു ഇടപെടൽ, പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസുകാരും ചില രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ അതുപോലൊന്നുമല്ല SIT അന്വേഷണം ശബരിമല കൊള്ള വിഷയത്തിൽ മുമ്പോട്ട് പോകുന്നത്. കൃത്യമായി വഴി വെട്ടിത്തെളിച്ചുകൊണ്ട് ആരിലേക്ക് എത്തും എന്നുള്ള ഏകോപനത്തോടു കൂടി തന്നെ, കൃത്യമായ നടപടിയോടുകൂടി തന്നെ, മൊഴികൾ പരസ്പരം ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണ സംവിധാനമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് SIT എന്നതിൽ തർക്കമില്ല.